ഹലോ ഫ്രണ്ട്സ്, കാഴ്ചയിൽ പേര് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. അംബർല പാം ആണ് കേട്ടോ. ഇത് അംബർല പാം എന്ന് പറഞ്ഞത് ഒരു മീഡിയം ഇൻഡോർ പ്ലാന്റ് ആണ്. അധികം വെയിൽ വേണ്ട, വെയിൽ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല നനവുണ്ടായിരിക്കണം. ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും വെച്ച് വളർത്താവുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന്റെ ചുവടയിൽ നിന്ന് ഒത്തിരി ലീഫുകൾ ഇതേപോലെ വരും. കുട പോലെ ഇരിക്കുന്നത് കൊണ്ടാണ്, ഇതിന്റെ ലീഫ് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിലൊക്കെ പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പൊ അംബർല പാമിന്റെ തൈകൾ നമുക്ക് ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റ് വഴിയോ കാറ്റലോഗ് വഴിയോ വാട്സപ്പ് വഴിയോ എങ്ങനെ വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ സൈഡിൽ നിന്ന് ഇതാ കുഞ്ഞൻ തൈകൾ ഇതേപോലെ മുളച്ചു വരും. അത് നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്ത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഫ് പ്രൊപ്പഗേഷനിലൂടെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ ലീഫ് കട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുത്തി വെച്ചാൽ അതിൽ നിന്നും പ്ലാന്റ് ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ വാട്ടർ പ്ലാന്റ് ആയിട്ടും അല്ലാതെയും വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അംബർല പാം കേട്ടോ. ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പണ്ട് കാലം തുടങ്ങിയുള്ള ചെടിയാണ് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിലുണ്ടായിരുന്ന ചെടിയാണ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കത് പിന്നീട് കളക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ചെടി കാണുമ്പോൾ. എന്നെ സംബന്ധിച്ചിട്ട് നൊസ്റ്റാൾജിക് പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഈ പ്ലാന്റ് വേണം എന്നുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്.